اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് 17,85,600 ഇനം ജീവജാലങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഈ അല്ലാഹുവിന്റെ ജീവജാലങ്ങളിൽ അല്ലാഹു ഏറ്റവും മഹത്വം നൽകിയത് 3 വിഭാഗം ആളുകൾക്കാണ്: മനുഷ്യർ, ജിന്നുകൾ, മലായികത്തുകൾ. ഈ 3 വിഭാഗത്തിൽ തന്നെ അല്ലാഹു തആല വിവിഐപികളായി ഏറ്റവും ഉന്നതരായി അല്ലാഹു തആല സംവിധാനിച്ചത് മനുഷ്യരെയാണ്. വ്യക്തമായി അല്ലാഹു തആല മനുഷ്യനെ ബഹുമാനിക്കും വിധം അവരൊരു വിവിഐപികളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധം അല്ലാഹു തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ഞാൻ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ജീവജാലങ്ങളിൽ അല്ലാഹു തആല ഏറ്റവും മഹത്വമുള്ള വിഭാഗമായി മനുഷ്യരെ അല്ലാഹു തആല സംവിധാനിക്കുന്നത്, മറ്റു വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കാത്ത എന്തോ ഒരു അമാനുഷികമായ കഴിവ് അല്ലാഹു തആല മനുഷ്യരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ ജീവജാലങ്ങളിൽ മനുഷ്യരെ അള്ളാഹു തആല ഉന്നതനാക്കുമ്പോഴും മറ്റുള്ള ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം വളരെ കുറവാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബഹറുൽ മദീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം ജിന്നുകളുടെ 10-1 ഉള്ളൂ. മനുഷ്യർ ജിന്നുകളുടെ 10-1 ഉള്ളൂ. മനുഷ്യരും ജിന്നുകളും 2 വിഭാഗവും ചേർന്നാൽ മറ്റു ജീവജാലങ്ങളുടെ, നമ്മുടെ നാട്ടിലും കാട്ടിലൊക്കെ ഉള്ള ജീവികളുടെ, ജന്തുക്കളുടെ 10-1 ഉള്ളൂ. മനുഷ്യരും ജിന്നുകളും ജന്തുക്കളും ഈ 3ഉം ചേർന്നാൽ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളുടെ ഇനങ്ങൾ അവരുടെ 10-1 ഉള്ളൂ. മനുഷ്യരും ജിന്നുകളും ജന്തുക്കളും പറവകളും ഈ 4ഉം ചേർന്നാൽ സമുദ്രത്തിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളുടെ 10-1 ഉള്ളൂ. മനുഷ്യരും ജിന്നുകളും ജന്തുക്കളും പറവകളും മത്സ്യങ്ങളും ഈ 5 വിഭാഗവും ചേർന്നാൽ അല്ലാഹു തആല നമുക്ക് സംരക്ഷണ വലയം തീർക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ച ഹാഫിളീങ്ങളാകുന്ന മലായികത്തുകളുടെ 10-1 ഉള്ളൂ. ഈ 6ഉം ചേർന്നാൽ ഒന്നാമത്തെ ആകാശത്തിലെ മലായികത്തിലെ 10-1 ഉള്ളൂ. ഈ 7ഉം ചേർന്നാൽ രണ്ടാമത്തെ ആകാശത്തിലെ മലായികത്തുകളുടെ 10-1 ഉള്ളൂ. അങ്ങനെ മുകളിലോട്ട് പോകും തോറും അതിങ്ങനെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അവസാനം അല്ലാമ ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലായികത്തുകളുടെ എണ്ണം ലാ യഅലമു അദദുഹും ഇല്ലല്ലാഹ്, ഓലെ എണ്ണം അല്ലാഹു തആലാക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല. അപ്പോ അല്ലാഹു തആല ഏറ്റവും ഉന്നതരാക്കി പടച്ച വിഭാഗം മനുഷ്യരാണ്. പക്ഷേ ന്യൂനപക്ഷമാക്കി അല്ലാഹു തആല വെച്ചത് മനുഷ്യരെയാണ്. നമ്മൾ ഒരു സാധാരണ ഒരു ഉദാഹരണം പറയാം. ഒരു കോളേജിലേക്ക് നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും അതിന്റെ ഓൺലൈനായി അതിന്റെ അപേക്ഷകൾ അയക്കും. അങ്ങനെ ഈ ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്ന്, ആ പരീക്ഷ എഴുതിയ ആളുകളിൽ നിന്ന് നമ്മൾ അവസാനം 500 പേരെ തിരഞ്ഞെടുക്കും. 500-ൽ നിന്ന് 300 ആക്കും, 300-ൽ നിന്ന് 100 ആക്കും, 100-ൽ നിന്ന് 50 ആക്കി ചുരുക്കി അതിൽ നിന്ന് 30 ആക്കി. ആ 30 ആളുകളെ മാത്രമേ
എന്ത് ചെയ്യുള്ളൂ? ഈ കോളേജിലേക്ക് തെരഞ്ഞെടുക്കുള്ളൂ എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ഫിറ്റ് ചെയ്ത ആളുകളെ മാത്രം അല്ലാഹു തആല വേറെയായിട്ട് സെലക്ട് ചെയ്തു. അവർക്ക് അല്ലാഹു തആല മറ്റുള്ളവർക്ക് നൽകാത്ത ചില ജോലികൾ ഏൽപ്പിച്ചു. സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ അർളനൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ. അല്ലാഹു തആല 7 ആകാശങ്ങളോട് ചോദിക്കുന്നുണ്ട്, ആകാശങ്ങളെ നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള കഴിവുണ്ടോ? വൽ അർളി, ഭൂമിയോടും ചോദിക്കുന്നുണ്ട്, ഭൂമികളെ നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള കഴിവുണ്ടോ? ആകാശങ്ങൾ എന്ന് പറഞ്ഞത് നിസ്സാരല്ല. ആകാശങ്ങൾക്കും റൂഹുണ്ട്, ഭൂമിക്കും റൂഹുണ്ട്. അല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള കഴിവുണ്ടോ? ആകാശം പറഞ്ഞു, ഇല്ല അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് കഴിവില്ല. ഭൂമി പറഞ്ഞു, ഇല്ല അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് കഴിവില്ല. വൽ ജിബാൽ, പർവ്വതങ്ങളോട് ചോദിച്ചു, പർവ്വതങ്ങളെ നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള കഴിവുണ്ടോ? സർവ്വ ജീവികളോടും അല്ലാഹു തആല ആരാഞ്ഞു. അവസാനം മനുഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യന്മാര് പറഞ്ഞു, ഹമലഹൽ ഇൻസാൻ, മനുഷ്യന്മാർ ആ ദൗത്യം ഏറ്റെടുത്തു. അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്തു. അൽ അമാനത്തു ഹിയ മഅരിഫത്തുല്ലാഹ് എന്ന് അല്ലാമ ഇസ്മാഇലുൽ ഹഖിൽ വറൂസവി റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. അവിടെ അമാനത്ത് കൊണ്ട് ഉദ്ദേശം ഹിയ മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്ത ആളുകളാണ് മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം. ഇനി എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ എത്ര പേർക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്? നമ്മളൊക്കെ 10, 30, 40, 50, 60, 70 ഒക്കെ വയസ്സ ആൾക്കാരായി. ഇത്രയും ആയുസ് അല്ലാഹു തആല തന്നിട്ട്, ഇത്രയും വല്ല അറേഞ്ച്മെന്റ് അല്ലാഹു തആല മനുഷ്യനിൽ വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും അള്ളാനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറയുന്നു, കുന്തു കൻസൻ മഖ്ഫിയ, ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു, ഞാനൊരു മറയപ്പെട്ടേ നിധിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എന്നെ അറിയപ്പെടണമെന്ന് ജനങ്ങളൊക്കെ എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫഖലഖ്തുൽ ഖൽഖ, അങ്ങനെ സൃഷ്ടിപ്പ് നടത്തിയെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ സംഭവം ബഹുമാനപ്പെട്ട ഗൗസുല്ലാദും അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു നമ്മളുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു രഹസ്യം വെച്ചിട്ടുണ്ട്. അതെന്താണ്? ആ മറയപ്പെട്ട നിധിയാകുന്ന അള്ളാഹുവിനെ ഓരോ ആളുകളും എന്ത് ചെയ്യണം? അറിയണം, മനസ്സിലാക്കണം. അങ്ങനെയല്ലാതെ ഒരാളും മരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യേണ്ടതുപോലെ നിങ്ങൾ ചെയ്യണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളൊരു മുസ്ലിം ആയിട്ടല്ലാതെ. ഒറിജിനൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹു തആലാക്ക് പൂർണ്ണമായി സമർപ്പിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ ആൾ. അങ്ങനെയല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരു യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് മരിക്കലാണ്. നമ്മൾ എത്ര ആൾക്കാർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്? ഇനി ഞാൻ ഈ സമൂഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകത്ത് അല്ലാഹു തആല പടച്ചതിൽ ഏറ്റവും വലുത് എന്താന്ന് ചോദിച്ചാൽ, പല ആളുകളും അതിന് പല രൂപത്തിൽ മറുപടി പറയും. ആകാശമാണ് വലുത്. കാരണം ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഇബ്രാഹിം അൽ ജിയലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴിദൂരമാണ്. 500 കൊല്ലത്തെ വഴിദൂരമാണ് ഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള ദൂരം. അവിടുന്ന് 2ലേക്കുള്ള ദൂരവും 500 കൊല്ലത്തെ വഴിദൂരമാണ്. ഈ 7 ആകാശത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല 500 കൊല്ലത്തെ വഴിദൂരത്തിന് സംവിധാനിച്ചിട്ടുണ്ട്. ഇത്രയും പ്രവിശാലമായ ആകാശമാണോ വലുത്? അതല്ല ഭൂമിയാണോ വലുത്? അതല്ല മറ്റു ഗ്രഹങ്ങളാണോ വലുത്? പല ആളുകളും അവരുടെ ക്വാളിറ്റി അനുസരിച്ച്, ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, വിദ്യാഭ്യാസപരമായ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ വ്യത്യസ്ത മറുപടികൾ പറയും. എന്നാൽ പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 7 ആകാശങ്ങൾക്കോ 7 ഭൂമികൾക്കോ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ്.
ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയും. ആ ഹൃദയത്തിനേ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഇരുത്തുമ്പോഴേ ആരാണ് എന്ന് അവനക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. ഇൻഷാ അള്ളാഹു തആല ആരാണ് എന്ന് അറിയണമെങ്കിൽ ഇൻഷാ അതിനുള്ള വഴി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.